students, welcome back to Bosco Campus Vision. This is the lecture 51 on entrepreneurship development. In today's session, we are going to discuss about seed capital, which is also an institutional support for entrepreneurs. Seed capital is the funding required to get the operations of a new business started, which may comes from the founder's personal assets, friends, family members, angel investors, etc. സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് അതിൻ്റെ ഓപ്പറേഷൻസിന് വേണ്ടി വരുന്ന ഫണ്ടാണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അത് നടത്തിക്കൊണ്ട് പോകുന്നതിനും ഫണ്ട് വേണം. ആ ഫണ്ടിനെയാണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഈ ഒരു ഫണ്ട് കിട്ടുന്നത് ഒന്നുകിൽ അതിൻ്റെ ശരിക്കും ബിസിനസ് നടത്താൻ പോകുന്ന ആ ഓണറിൻ്റെ അസറ്റിൽ നിന്നുമായിരിക്കും. ഓണർ തന്നെ സ്വന്തമായിട്ട് ഇടുന്ന ക്യാഷ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നോ ഫാമിലിയുടെ അടുത്തുനിന്നോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ആയിരിക്കും ഈ ഒരു ഫണ്ട് കണ്ടെത്തുന്നത്. ഇതിനെയാണ് ശരിക്കും സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, സീഡ് ക്യാപിറ്റൽ ഈസ് ദ ഫണ്ടിങ് റിക്വയർഡ് ടു ഗെറ്റ് ദ ഓപ്പറേഷൻസ് ഓഫ് എ ന്യൂ ബിസിനസ് സ്റ്റാർട്ടഡ്, വിച്ച് മേ കംസ് ഫ്രം ദ ഫൗണ്ടേഴ്സ് പേഴ്സണൽ അസറ്റ്സ്, ഫ്രണ്ട്സ്, ഫാമിലി, എക്സെട്ര. Seed money can be used to pay for preliminary expenses associated with the market research and product development. The term seed suggests that this is a very early investment meant to support business units. It can generate cash of its own or until it is ready for further investment. അപ്പം സീഡ് മണി എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഒരു ബിസിനസ് നടത്തുമ്പോൾ അതിന് പ്രിലിമിനറി എക്സ്പെൻസസ് ആകുന്നുണ്ട്. അതായത് റിസർച്ചും അതുപോലെ പ്രോഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് എമൗണ്ട് ക്യാഷ് ആകുന്നുണ്ട്. മാർക്കറ്റിൽ റിസർച്ചൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സാധ്യതകൾ എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കാനും അതിനനുസൃതമായിട്ട് ആ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനും എല്ലാം തന്നെയും ഒരു എമൗണ്ട് ആകുന്നുണ്ട്. അപ്പം സാധാരണയായിട്ട് ഈ ഒരു സീഡ് ക്യാപിറ്റൽ ഇതിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ആ സീഡ് എന്ന ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏർലി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഏർലി ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ടു സപ്പോർട്ട് ബിസിനസ് യൂണിറ്റ്സ്. ഒരു ബിസിനസ് യൂണിറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന തുടക്കത്തിലുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ശരിക്കും സീഡ് എന്ന് പറയുന്നത്, സീഡ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ജനറേറ്റ് ക്യാഷ് ഓഫ് ഇറ്റ്സ് ഓൺ ഓർ അണ്ടിൽ ഇറ്റ് ഈസ് റെഡി ഫോർ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം നമ്മൾ ബിസിനസ്സിൽ ആ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്കൊരു റിട്ടേൺ ലഭിക്കുകയും ചെയ്യും. Let's have a look at the features of seed capital. First one is investment in startups. Second one, initial investment. Third one, mid price escalation. Then high risk investment, helpful for those with no personal funds. These are the main features of seed capital. First one is the investment in startups. It is difficult to get investment from outside agencies in a new risky ventures. അപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു സംരംഭത്തിനെ സംബന്ധിച്ച് അതുപോലെ അത് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള പ്രോജക്റ്റും ആണെങ്കിൽ അവിടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുക അല്ലെങ്കിൽ പുറത്ത് നിന്നോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. Hence, seed capital, which is the investment made by the founder himself or his associates or angel investors, will be essential for getting its operations started. So, അതുകൊണ്ട് തന്നെ ഈ ഒരു സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ടേം നമുക്കിവിടെ ഉപയോഗിക്കാം. അതായത് ബിസിനസ്സിൻ്റെ ശരിക്കുള്ള ഓണേഴ്സോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ്, ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാർ, അതായത് ഹിസ് അസോസിയേറ്റ്സ്, അങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്ത് നിന്നും, അതുപോലെ അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്? Individual investors or companies in the private sector who have huge funds at their disposal, they are known as angel investors. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. സെക്കൻഡ് വൺ ഈസ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്.
Seed capital should be the investment made initial or originally by the founders or his associates before entry of any other fund to the business. ബിസിനസ്സിലേക്ക് ഏത് ഫണ്ട് വരുന്നതിന് മുൻപേ തന്നെ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ ഒരു സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് മേ ബി അതിൻ്റെ ഓണർ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഹിസ് അസോസിയേറ്റ്സ്, അതായത് ആ ഓണറുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യക്തികളോ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത് സീഡ് ക്യാപിറ്റൽ, അതിൻ്റെ ഫീച്ചേഴ്സാണ്. ഫസ്റ്റ് ഫീച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്റ്റാർട്ടപ്പ്. സെക്കൻഡ് വൺ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. തേർഡ് പോയിന്റ് ഈസ് മീറ്റ് പ്രൈസ് എസ്കലേഷൻ. The concept of seed money is to meet the price escalation of various factors of production by the time of reaching its products or the services to the market. ഇപ്പം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ലാൻഡ്, ലേബർ, മെഷീൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് തന്നെ പല രീതിയിലുള്ള പ്രൈസ് എസ്കലേഷൻ, പ്രൈസിൽ വേരിയേഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പ്രൈസ് സഡനായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തുന്നതിന് മുൻപേ തന്നെ ഈ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഈ ഒരു രീതിയിലുള്ള സഡൻ ഇൻക്രീസ് എന്തെങ്കിലും വരുവാണെങ്കിൽ അതിനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സീഡ് മണി ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അതാണ് മീറ്റ് പ്രൈസ് എസ്കലേഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രൈസിൽ വരുന്ന വേരിയേഷൻസ്, അതായത് പ്രൈസ് പെട്ടെന്നായിരിക്കും കൂടുന്നത്. ലാൻഡിൻ്റെ വില കൂടാം ചിലപ്പോൾ, അല്ലെങ്കിൽ ലേബേഴ്സിൻ്റെ ചാർജ് കൂടിയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെയധികം പ്രൈസ് കൂടിയെന്നിരിക്കാം. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ ഒരു സീഡ് മണി ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തുന്നതിന് മുൻപെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതെങ്കിൽ അതിനെയൊക്കെ ഒന്ന് തരണം ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സീഡ് മണി ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. So the concept of seed money is to meet the price escalation of various factors of production by the time of reaching its products or the services to the market. Fourth feature is high risk investment. Risk attached to startup is very high as it is in formation stage and has no track record. സോ ഒരു സ്റ്റാർട്ടപ്പ് പുതിയതായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, പുതിയതായിട്ട് തുടങ്ങുന്ന സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈ റിസ്ക് തന്നെ ആയിരിക്കും ഉള്ളത്. ബിക്കോസ് അതിനൊരു ട്രാക്ക് റെക്കോർഡ് ഒന്നും തന്നെ ഇല്ല. മുൻപ് ചെയ്തിട്ടുള്ള പരിചയങ്ങളോ അല്ലെങ്കിൽ മുൻപ് ചെയ്ത രീതികൾ എങ്ങനെയാണെന്നോ മുൻപുള്ള ബിസിനസ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നോക്കാനായിട്ട് ഒരു ട്രാക്ക് റെക്കോർഡ് ഇല്ല. സോ ദ സീഡ് ക്യാപിറ്റൽ വിൽ ബി ഹെൽപ്ഫുൾ to face contingencies that may occur in the cycle of production. അപ്പം പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പല കണ്ടിജൻസീസിനെയും ഫേസ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലുള്ള സീഡ് ക്യാപിറ്റൽ ഒരു പരിധി വരെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് ഫീച്ചർ ഈസ് ഹെൽപ്ഫുൾ ഫോർ ദോസ് വിത്ത് നോ പേഴ്സണൽ ഫണ്ട്. There may be persons who possess entrepreneurship qualities and enthusiasm, but lack of resources to meet even the minimum promoter's contribution. ഇപ്പം പല ഓണ്ടർപ്രണേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പലർക്കും അത് ചെയ്യാനുള്ള ക്വാളിറ്റീസ് കാണും, അത് ചെയ്യാനായിട്ടുള്ള എന്തൂസിയാസം കാണും, ഇതെല്ലാം കാണും. പക്ഷേ അവരുടെ കയ്യിൽ മിനിമം വേണ്ടുന്ന ഒരു കോൺട്രിബ്യൂഷൻ പോലും അങ്ങനെ ഉള്ളവരുടെ കയ്യിൽ കാണത്തില്ല. അതായത് ആ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഒന്നും തന്നെ അവരുടെ കയ്യിൽ കാണില്ല. ഇൻ സച്ച് സിറ്റുവേഷൻ സീഡ് മണി ഈസ് ഇൻവെസ്റ്റഡ് ബൈ ഹിസ് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എക്സെട്ര വിൽ ബി ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ റിലേറ്റീവ്സും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സും ഒക്കെ മുന്നോട്ട് വന്ന് ആ ഒരു സംരംഭം തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ നടത്തുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ ദോസ് വിത്ത് നോ പേഴ്സണൽ ഫണ്ട്. സ്വന്തമായിട്ട് ഫണ്ട് ഒന്നും ഇല്ലാത്തവരെ സംബന്ധിച്ച് ഏറ്റവും സഹായകരമായിട്ടുള്ളതാണ് ഈ സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഇൻ ടുഡേ സെഷൻ വി ഡിസ്കസ്ഡ് അബൌട്ട് സീഡ് ക്യാപിറ്റൽ. സീഡ് ക്യാപിറ്റൽ ഈസ് ദ ഫണ്ട് ദാറ്റ് റിക്വയർഡ് to get the operations of a new business starter, which may comes from the founder's personal assets, friends, family members, angel investors, etc. Then we discussed about the features of seed capital.
First one is investment in startups, then second one initial investment, third one meet price escalation, fourth one high risk investment, and the last one is helpful for those with no personal fund. So അപ്പോൾ ഇത്രയുമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്സ്, ഓണ്ടർപ്രണർഷിപ്പിന് കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്സുകളാണ് നമ്മൾ കഴിഞ്ഞ 46ാമത്തെ ലെക്ചേഴ്സ് തൊട്ട് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് DIC, ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ്. ദെൻ സെക്കൻഡ് വൺ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദെൻ നെക്സ്റ്റ് സ്മോൾ ഇൻഡസ്ട്രി സർവീസസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. Then KVIC, that means Kerala Village Industry Commission. Then next we learned about single window system and NIES BUD, then margin money scheme, and the last one seed capital. ഇത്രയുമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്സുകൾ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്സുകൾ. ഒരു ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കായിട്ട് കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്സുകളാണ് 46th ലെക്ചർ ഓൺവേർഡ്സ് നമ്മൾ പഠിച്ചിരിക്കുന്നത്.